ഇന്ന് ഹലോ, ഇന്നെന്താണെന്നല്ലേ, ഇന്നും കുറച്ച് കിച്ചൺ ടിപ്സാണ്. എൻ്റെ മെയിൻ സബ്ജക്റ്റ് തന്നെ കിച്ചൺ ടിപ്സാണ്, അല്ലാതെ കുക്കിംഗ് അല്ല കേട്ടോ. അതൊന്ന് മനസ്സിലാക്കണം. എന്നോട് ആരണ്ടൊക്കെ ചോദിച്ചാൽ എന്തുവാ കുക്കിങ്, ഇത് ചെയ്യുന്നതൊക്കെ കാണിക്കേണ്ടത്. ചെയ്യുന്നത് കാണിക്കാൻ സത്യത്തിൽ എനിക്ക് കഴിയത്തില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ആളില്ല. പിന്നെ ഇത് രാവിലെ ഇരുന്ന് കുറച്ച് മീനാണ്. ആ മീൻ ഈ നിങ്ങൾക്ക് അറിയാമല്ലോ, കടലിലെ കടവരാലാണ്. നല്ല കഷ്ണം എടുത്ത് വറക്കാൻ പുരട്ടി വെച്ചില്ല, വെച്ചു. വറക്കാനുള്ളതൊക്കെ കാണിക്കുക. ഇത് ബാക്കിയെല്ലാം കൂടെ എടുത്ത് കറി വെക്കാൻ വെച്ചതാണ്. പിന്നെ ഇത് ഫ്രിഡ്ജിലിരുന്ന് വാഴയ്ക്കയാണ്. അത് അരിഞ്ഞത് തോരൻ വെച്ചാണ്. തൊലിയൊക്കെ കറുത്തിരിക്കുന്ന ഫ്രിഡ്ജിലിരുന്നുകൊണ്ടാണ്, മൂക്കാത്ത കായായിരുന്നു. പിന്നെ ഇത് കപ്പയാണ്. ഇത് പ്രഷർ കയറ്റണം കേട്ടോ. ഞാൻ തൽക്കാലം ഇതങ്ങ് അടച്ചു വെച്ചതേ ഉള്ളൂ. ഉപ്പിട്ട് ഇത്രയും വെള്ളം ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. അതിന് കപ്പയ്ക്കരയ്ക്കാനുള്ളത് ആദ്യം കാണിക്കാം. ഇത് കപ്പയ്ക്കരയ്ക്കാനുള്ളതാണ് കേട്ടോ. കപ്പയ്ക്കത് 1-2 വിസിലും അത് കഴിയുമ്പോൾ അത് ഞാൻ ഓഫ് ചെയ്തിട്ട് പ്രഷർ പോകുമ്പോൾ എടുക്കും. അപ്പോൾ അതിനകത്തോട്ട് അത് കഴിഞ്ഞിട്ട് ഈ കപ്പയുടെ ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയിടും കേട്ടോ. കപ്പയ്ക്കായതുകൊണ്ട് കുറച്ച് കൂടുതൽ മുളകൊക്കെ എടുത്താണ്. അല്ലെ ഇത് രണ്ടും ഒരേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് കപ്പയ്ക്കും വാഴയ്ക്കായ്ക്കും ഉള്ളത്. പക്ഷേ അതിന് ഇച്ചിരി കൂടുതൽ മുളക് വേണം. തേങ്ങ ഇച്ചിരി കുറവ് മതി. വാഴയ്ക്കായ്ക്ക് ഇച്ചിരി കൂടുതൽ തേങ്ങ വേണം. അതുപോലെ മുളക് ഇച്ചിരി കുറവ് മതി. രണ്ടിനും വെളുത്തുള്ളി മസ്റ്റാണ്, മുളക് മസ്റ്റാണ്, മഞ്ഞൾ മസ്റ്റാണ്. പിന്നെ ഉപ്പും കുറച്ച് ചേർക്കും, ബാക്കി മറ്റേന് ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് മീൻ വറക്കാനുള്ള സാധനങ്ങളും കറി വെക്കാനുള്ള സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് മീൻ കറിക്ക് ഇടാനുള്ളതാണ്. ഇത് ഈ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ ഒരു ശകല ഇഞ്ചി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഞ്ചി അത്ര താല്പര്യമില്ല, സോറി, അതാ കാണുന്നു. വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിലോട്ട് അടിച്ച് പുരട്ടി വെക്കാനാണ്. ഇതെല്ലാം ഇച്ചിരി ഇഞ്ചി ഇതൊന്ന് ഞാൻ ചതയ്ക്കും കേട്ടോ. ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചിട്ട് അതിനകത്തോട്ട് പിന്നെ ഈ മുളക് ഇതെല്ലാം കൂടി ഇട്ട് 1-2 ഉലുവ ഇട്ട് ഒന്ന് കടുക് പൊട്ടിച്ച്, കടുക് ഇടിയല്ല കേട്ടോ. എണ്ണയ്ക്കകത്തോട്ട് അതൊന്ന് വഴന്ന് കഴിയുമ്പം ഈ പൊടിയെല്ലാം കൂടെ ചേർക്കും. മീനുള്ളതൊക്കെ ഞാൻ പറഞ്ഞാൽ കുക്കിംഗ് അല്ല, ഞാൻ ടിപ്പാണ് കാണിക്കും. ഇതെല്ലാം ആദ്യം നമ്മൾ എടുത്ത് വെക്കണം. അതിനാവശ്യമായിട്ടുള്ള പുളിയാണ്. പിന്നെ ഈ മുളക് പൊടിയുണ്ട്. ഇതിനകത്ത് ബാറ്ററി പവർ ഇല്ല കേട്ടോ, ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. അതുകൊണ്ട് മുളക് പൊടിയുണ്ട്, ഉലുവാപ്പൊടിയുണ്ട്. ഇന്നൊരു ശകലം മല്ലിപ്പൊടി കുറച്ച് ഞാൻ ചേർക്കത്തില്ല, മഞ്ഞൾപ്പൊടിയുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ആ എണ്ണയ്ക്കകത്തോട്ട് അതെല്ലാം കൂടി ഇട്ട് പിന്നെ കറി വെക്കുന്നതൊക്കെ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ അതിന് ടിപ്പെന്ന് പറഞ്ഞില്ല, ഇതെല്ലാം ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കി ഓർത്ത് എടുത്ത് വെക്കുന്നത് നല്ലതാണ്. എന്നെ പോലെ എനിക്ക് വയസ്സ് 75 എനിക്ക് ഓർമ്മ കുറവല്ലേ, അതുകൊണ്ട് ഇതൊക്കെ എടുത്ത് വെച്ച് കേട്ടോ. ഇന്ന് കിട്ടിയ കുറച്ച് പേരയ്ക്കയാണ്. അത് ഇടയ്ക്കൊരു 11 മണിക്കൊക്കെ കഴിക്കാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതല്ലാതെ നിങ്ങൾ വിചാരിക്കും കേട്ടോ. നേരത്തെ ഒരു പാത്രത്തിൽ ഞാൻ വെച്ചിരുന്നതാണ് കേട്ടോ. ആ പാത്രം ഇതിനകത്ത് വെച്ചിരുന്നത്. ഇന്ന് നോക്കിയപ്പോൾ അതെനിക്ക് തോന്നി, ഒരു തെന്നൽ പോലൊക്കെ തോന്നി. അപ്പം ഞാൻ ഒന്നുകൂടെ കഴുകി ടിഷ്യൂ പേപ്പർ ഇട്ട് അടി വേറെ ടൗലിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വെച്ചതാണ്. നല്ലപോലെ ഒന്ന് തോർത്തി വെച്ചാൽ 2 ദിവസം കൂടി ഇതിരിക്കും, കളയണ്ടല്ലോ. 2-3 ദിവസമായി എടുത്തതിൻ്റെ ബാക്കി സാധനങ്ങളാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഒന്നിച്ച് ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിയാപ്പില എല്ലാം ഒന്നിച്ച് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചേക്കും. വലിയ പാത്രത്തിൽ ഒരു പാത്രം എടുത്താൽ എല്ലാം കിട്ടുമല്ലോ. അത് ഞാൻ ഇതിനു മുമ്പ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് കഴുകിയൊക്കെ വെക്കണം. എന്നിട്ട് നല്ലതായിട്ട് തോർന്നിട്ട് വെച്ചാൽ ഒരു ഇതുണ്ടാവില്ല കേട്ടോ. നല്ലപോലെ ഒന്ന് തോരണം കേട്ടോ. തോർന്നിട്ട് ഒരു പാത്രത്തിലിട്ട് മൂടി ഫ്രിഡ്ജിൽ വെച്ചാൽ 3-4 ദിവസമൊക്കെ സുഖമായിട്ട് ഇരുന്നോളും. അപ്പോൾ നമുക്ക് നമ്മുടെ സമയം ലാഭിക്കാം. അല്ലെ അത് തപ്പി ഇത് തപ്പി നമ്മൾ നടക്കും. എനിക്കങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പച്ചമുളക് ഒരെടുത്ത് അത് തപ്പും, എന്നിട്ട് പിന്നെ കരിയാപ്പില ഇവിടെ തപ്പും, ഇങ്ങനെ അതുകൊണ്ട് ഇതെല്ലാം ഞാൻ അത്യാവശ്യം കുറച്ച് അതിനകത്ത് തന്നെ ഇതിപ്പം തന്നെ അതിൻ്റെ മുകളിലോട്ട് അങ്ങ് ഇട്ടേക്കും. അപ്പോൾ ഇട്ടാൽ എല്ലാം ഒന്നിച്ച് കിട്ടും കേട്ടോ. അതൊരു ചെറിയ ടിപ്പല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ടിപ്പിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം കപ്പയ്ക്കുള്ളത് ഇതിനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചു. കപ്പ ഇപ്പോൾ അങ്ങ് തിളച്ച് കഴിയുമ്പോൾ അതങ്ങോട്ട് മൂടി വെക്കുക, പ്രഷർ വരുത്തുക, അത് ഓഫ് ചെയ്യുക. പ്രഷർ പോകുമ്പോൾ ഇത് ഒതുക്കി ഇടുക, ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക, ഇളക്കുക. കായും അതുപോലെ തന്നെ ഇപ്പോൾ അങ്ങ് വെന്തോളും. വെന്ത് കഴിയുമ്പോൾ അതിന് ഈ അരച്ചത് അങ്ങോട്ട് ചേർക്കുക, ഒന്ന് മൂടി വെക്കുക. വെള്ളം വറ്റി കഴിയുമ്പോൾ അത് എടുത്തുനിന്ന് അതിന് ഇച്ചിരി ഉള്ളിയും കൂടെ വറുക്കാം കേട്ടോ. 2 കരിയാപ്പിലയും കൂടെ. മറ്റേന് കപ്പയ്ക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇച്ചിരി ഉണക്കക്കപ്പയല്ലേ, എന്തിനായാലും ഇച്ചിരി കരിയാപ്പില ഇടുക. അപ്പം ഓക്കെ, ഇത്രയും ഇന്നത്തെ ടിപ്പ് മനസ്സിലായല്ലോ. ശരി, ഓക്കെ.
താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ഹലോ, പിന്നെ തുമ്പ ഏതാണ്ടല്ലോ ഒന്ന് കാണിച്ചല്ലോ, അതിൻ്റെ ബാക്കി പത്രമാണ് കേട്ടോ. കറി റെഡിയായി, കപ്പ റെഡിയായി, നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ എല്ലാവരും പല്ലില്ലാത്തവരൊക്കെ, അതുകൊണ്ട് കുഴച്ച് വെച്ചതാണ് കേട്ടോ. വാട്ടുകപ്പയാണെങ്കിൽ നന്നായിട്ട് കുഴഞ്ഞു. പിന്നെ ആ തോരന് റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഇന്നൊരു മരണത്തിന് പോകണം, അപ്പം പിന്നെ നേരത്തെ എല്ലാം റെഡിയാക്കിയാലേ പറ്റുള്ളൂ. ചോറുമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇത് മീൻ പുരട്ടി വെച്ചാണ്. ഈ മീൻ ഇങ്ങനെ ഇരിക്കും കേട്ടോ, കാരണം എത്ര തേച്ചാലും ഇതിങ്ങനെ ഇരിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ വറക്കാൻ പുരട്ടി വെച്ചതാണ്. ഇത് കണ്ടോ, കുറച്ച് പാല് തിളപ്പിച്ച് വെച്ചാൽ നിങ്ങൾ നോക്കി, അതിനകത്ത് കാര്യമായിട്ട് പാടയില്ല. കാരണം ഉടനെ എയർ ടൈറ്റായിട്ട് അങ്ങ് മൂടി വെച്ചാൽ പാട വരികയില്ല. പാട വന്നാലും നൈസായിട്ടേ വരത്തുള്ളൂ. പിന്നെ അതുകൊണ്ട് അത് പിന്നെ അപ്പം ഇത് അല്ല, അങ്ങനെ അങ്ങ് മൂടി വെച്ചാൽ മതി. പക്ഷെ ഞാൻ വീട്ടിലാണെങ്കിൽ ഞാൻ പാടി എടുക്കും. അതുകൊണ്ട് ഞാൻ അധികം മൂടാതെ ഇങ്ങനെ വെച്ചേക്കും, ഇങ്ങനെ എങ്ങാനും വെച്ചേക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് വെക്കും. പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ല കട്ടിക്ക് പാട കിട്ടും. ഞാനതുകൊണ്ട് വെണ്ണയാക്കും, പിന്നെ ഒരിക്കൽ നെയ്യാക്കും. വെണ്ണയാക്കില്ല കേട്ടോ, ചിലപ്പോൾ ആക്കും കേട്ടോ. ഓക്കെ, ആക്കും. മറവി എന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട കേട്ടോ. ഞാൻ ഈ മീനൊക്കെ പിന്നെ മുളക് ചേർത്ത് കേട്ടോ. എന്നിട്ട് ഞാനെന്തോ തലക്കാച്ചൻ്റെ മീൻ ഇത്രയുണ്ടെന്നൊന്നും ചിന്തിക്കാതെ കുറച്ച് എടുത്ത് വെച്ചത് കേട്ടോ. എനിക്ക് കുറച്ച് വെച്ചുള്ള പരിചയമുള്ളല്ലോ. അതുകൊണ്ട് പിന്നെ ഇച്ചിരി മുളക് ഇതിന് ചേർത്തു, കപ്പയ്ക്ക് ഇച്ചിരി കുരുമുളക് പൊടി ചേർത്തു, പിന്നെ പച്ചവെളിച്ചെണ്ണയും കരിവേപ്പിലയൊക്കെ ഇട്ട് ഇളക്കി എടുത്ത്, അത്രയേ ഉള്ളൂ. പിന്നെ അപ്പം കണ്ടല്ലോ, ഇത്രയും പരിപാടി ഇന്ന് തീർന്നു. പിന്നെ ഓക്കേ.